പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ പുതിയ ശാഖ അരവഞ്ചാൽ ടൗണിൽ പ്രവർത്തനം തുടങ്ങി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വി. കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. MK രാജൻ, K ജയരാജ്, P തമ്പാൻ, മഹേഷ് കുന്നുമ്മൽ, P സുഷമ, ഇബ്രാഹിം പൂമംഗലം, P ശൈലജ, MP മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. നിർവഹിക്കാനായി ഞാനെത്തിയത്. നിങ്ങൾക്കറിയാം, ഈ ബാങ്കിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് ശ്രീ KP മോദി. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഒരു നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നിഷ്കളങ്കമായ പെരുമാറ്റമുണ്ട്, നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുണ്ട്, സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉടമയായ ശ്രീ KP മോദി സ്ഥാപിച്ച ഈ ബാങ്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ശ്രീ കൃഷ്ണൻ മാസ്റ്റർ കയ്യിലെത്തിച്ചത്. ഇത് സ്ഥാപക നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം, അദ്ദേഹത്തിന് ജനങ്ങളോടുണ്ടായിരുന്ന ഒരു പൂർവ്വ വിധേയത്വ പ്രതിബദ്ധത, അതാണ് ഈ ബാങ്കിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത്. ആ വിശ്വാസ്യത കൈമുതലായിക്കൊണ്ടാണ് ഈ ബാങ്ക് പടർന്ന് പന്തലിച്ച് ഇന്ന് 10ാമത്തെ ശാഖയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് സഹകരണ പ്രസ്ഥാനം നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായി മാറിയിരിക്കുന്നു. അത് നഗരങ്ങളും കോർപ്പറേഷനുകളും ഗ്രാമീണ തലത്തിലുള്ള ബാങ്കുകളെന്ന് രണ്ടായി തരംതിരിച്ചു. നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് അർബൻ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ജർമ്മനിയിൽ 1877 ആരംഭിച്ച ദളിത് ബാങ്കിന്റെ മോഡൽ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അർബൻ ബാങ്കുകൾ ആരംഭിക്കുന്നത്. ആ അർബൻ ബാങ്ക് ആദ്യമായി ഇന്ത്യയിൽ ആരംഭിച്ചത് 1904. അന്ന് മദ്രാസ് പ്രവിശ്യയിൽ കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ ബാങ്ക് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ അർബൻ ബാങ്ക് സ്ഥാപിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് ആദ്യത്തെ അർബൻ ബാങ്ക് കേരളത്തിൽ സ്ഥാപിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 60ഓളം അർബൻ ബാങ്കുകളുണ്ട്. അതിലേറിയ പങ്കും തൃശ്ശൂരിൽ നിന്ന് ഉത്തര മലബാറിലേക്കാണ്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. അതിനാണ് സഹകരണം എന്ന് പറയുന്നത്. സഹകരണത്തിന് മറ്റൊരു ആപ്തവാക്യമാണ് സഹവർത്തിത്വം. അപ്പോ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് സഹകരണം എന്നൊരു വാക്ക് ശക്തമായി വരുന്നത്. പണ്ട് നമ്മുടെ രാജ്യത്ത് ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുണ്ടായി. അത് അടിമത്തത്തിൻ്റെ ഒരു ഭാഗമായി. പിന്നീട് മുതലാളിത്തം കൊടികുത്തി വന്നു. പിന്നെ സോഷ്യലിസത്തിലേക്ക് വന്നു. ആ സോഷ്യലിസത്തിൻ്റെ ചുവടുകെട്ടിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1969 ബാങ്ക് ദേശസാൽക്കരണം. നമ്മുടെ രാജ്യത്തെ സമ്പന്നന്മാരുടെ മാത്രം അഭയകേന്ദ്രമായിരുന്ന ബാങ്ക് സാധാരണക്കാരെ കൂടി ആശാകേന്ദ്രമാക്കി മാറ്റിയ പ്രക്രിയ ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ പ്രാവർത്തികമാക്കിയതോടുകൂടി ഒരു കാലത്ത് സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന ബാങ്കിംഗ് മേഖല സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് 1969 ബാങ്ക് ദേശസാൽക്കരണം മൂലം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ആ പ്രക്രിയ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സഹകരണ മേഖലകളിൽ കൈയാളാൻ
പാസ്സാക്കി കൊണ്ടുവന്നിരിക്കുന്ന ചില നിയമങ്ങളും കേരളത്തിലെ ചില നടപടികളും എല്ലാം കൂടി സഹകരണ മേഖലയെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.